ഞാൻ ഈ പറഞ്ഞ ഇറാൻ പരമോന്നത നേതാവടക്കമുള്ള അതിന്റെ പിറകിലേക്ക് പോകുന്ന ഷിയാക്കളുടെ നേതാക്കന്മാരാണ് ഇസ്ലാമിക ലോകത്തിലേക്ക് ആദ്യമായി ബർത്ത്ഡേ ആഘോഷം കൊണ്ടുവരുന്നത്. അവിടേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല, എന്റെ വിഷയം അതല്ല. ആദ്യമായി ഖബറിനെ കെട്ടി ആരാധന കേന്ദ്രമാക്കി മാറ്റുന്ന ഏർപ്പാട് കൊണ്ടുവന്നത് ഷിയാക്കളാണ്. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മരണപ്പെട്ട വിവരമറിയുമ്പോൾ ഷഹീദ് എന്ന പേര് വെച്ച് ഞാനും നിങ്ങളും ഷെയർ ചെയ്യരുത്. ലോകത്ത് വ്യത്യസ്തമായ യുദ്ധക്കളങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഷിയാക്കളുടെ ചരിത്രം മറിച്ചു നോക്കിയാൽ അവർ പറയുന്ന ഒരു വാചകം മാത്രം, എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ആമുഖമായി നിങ്ങളോട് പറയാ. 17,000 ആയത്തുകളാണ് ഖുറാനിൽ ഉണ്ടായിരുന്നത്. അതാ ഷിയാക്കളുടെ വിശ്വാസം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികൾ വെട്ടിത്തിരുത്തി ഡിലീറ്റ് ചെയ്ത് ഖുറാനിലെ 17,000 ആയത്തിൽ നിന്ന് 6,236 ആയത്ത് മാത്രം നിർത്തി ബാക്കിയെല്ലാം അവർ വെട്ടിമാറ്റിയതാണെന്ന് വിശ്വസിക്കുന്നു ഷിയാക്കൾ ഇന്നും, ഇന്നലെയും അന്നും. അപ്പൊ അവരുടെ വിശ്വാസം എന്താ? അവരുടെ വിശ്വാസം എന്താ? അബൂബക്കർ സിദ്ദീഖ് എന്ന് കേൾക്കുമ്പോ നമ്മൾ എന്താ പറയാ? നമ്മള് റളിയല്ലാഹു അൻഹു. അല്ലാഹു ആ മഹാനായ സഹാബിയെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, തൃപ്തിപ്പെടട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? റളിയല്ലാഹു അൻഹു. പക്ഷേ ഈ മരണപ്പെട്ട ആയത്തുള്ള ഖമൈനി അടക്കമുള്ള അതിന്റെ മുൻ നേതാക്കന്മാരെല്ലാവരും, അദ്ദേഹത്തിന്റെ ഒക്കെ പ്രസംഗം യൂട്യൂബിൽ കിട്ടും. അബൂബക്കർ എന്ന് കേൾക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞതിന് പകരം അദ്ദേഹം പറയുക ലഅനത്തുല്ലാഹ്, അല്ലാഹ് ശപിക്കട്ടെ, വഹുവ കൽബ്, അവൻ പട്ടിയാണ് എന്ന് വരെ പ്രസംഗിക്കുന്നത് കാണാം. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. ആര്? സ്വർഗത്തിന്റെ 8 വാതിലും മാടി വിളിക്കുമെന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പറഞ്ഞതാണ്, എന്റെ അനുചരന്മാരുടെ കൂട്ടത്തിൽ അബൂബക്കറിനെ സ്വർഗത്തിന്റെ 8 വാതിലും വിളിക്കും. എന്നിട്ട് ആ മഹാനായ സ്വഹാബിയെയാണ് പേര് കേൾക്കുമ്പോൾ ലഅനത്ത് പറയുന്നത്, ശാപം പറയുന്നത്, മൃഗതുല്യനാണെന്ന് പറയുന്നത്. ഇവരുടെ വിശ്വാസം എവിടെയെന്നറിയോ നിങ്ങള്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹയുമായി വന്നപ്പോ അലി റളിയല്ലാഹു അൻഹുവിനെയാണ് നബിയാക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി റളിയല്ലാഹുവും ഏകദേശം ഒരേ മുഖച്ഛായ ആയതുകൊണ്ട് ജിബ്രീലിന് മാറിപ്പോയതാണ് എന്ന് വിശ്വസിക്കുന്നു ഷിയാക്കൾ. എന്താ ഇത്? ബാലരമ പൂമ്പാറ്റ കഥ. ജിബ്രീലിന് ആള് മാറിപ്പോയി. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ ആദ്യത്തെ ഖലീഫയാകേണ്ടിയിരുന്നത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തട്ടിയെടുത്തു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തട്ടിയെടുത്തു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തട്ടിയെടുത്തു. ഇതിന്റെയൊക്കെ കോലാഹലങ്ങൾ അവിടെ നടന്നു. ഉള്ളിലൂടെ പല കളികളും കളിച്ചു. പുറത്തുനിന്ന് ഇസ്ലാമിന്റെ കുപ്പായമിട്ട ആളുകളെ കൊണ്ടുവന്നു. അവർ പള്ളിക്കുള്ളിൽ കയറി നിന്നു. നിസ്കാരത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ പിറകിൽ നിന്ന് 1-ാമത്തെ സഫിൽ നിന്ന് ആൾ കുത്തി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ വീട് വളഞ്ഞു. എന്നിട്ട് വാളുകൊണ്ട് ആഞ്ഞു വെട്ടി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കഴുത്തിന് വെട്ടിയ വെട്ട് ഭാര്യ തടുത്തു. ഭാര്യയുടെ കൈ അറ്റുപോയി. തുടരെ അവർ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ വീട്ടിലിട്ട് വെട്ടിക്കൊന്നു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖബർ സ്വഹാബത്തിന്റെ ഖബറിന്റെ കൂട്ടത്തിൽ വെക്കാൻ സമ്മതിച്ചില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉസ്മാൻ റളിയല്ലാഹു സ്വർഗത്തിലാണെന്ന് അള്ളാഹ് വഹി അറിയിച്ചത്, ലോകത്തറിയിച്ചതാ. എന്നിട്ട് സ്വഹാബത്തിന്റെ ഖബർ വെക്കുന്ന സ്ഥലത്ത് വെക്കാൻ സമ്മതിച്ചില്ല. ഇന്ന് മദീനത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ആ ഖബറിടം കാണുന്നുവെങ്കിൽ അതിനിടയിൽ ഒരു മതിലുണ്ടായിരുന്നു. ആ മതിലിന് ഇപ്പുറത്തേക്ക് സ്വഹാബത്തിന്റെ ഖബറും അപ്പുറത്ത് അമുസ്ലിങ്ങളുടെ ഖബറുമായിരുന്നു. ഈ മതിലിന് ഇപ്പുറത്തേക്ക് വെക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ടാ മഹാനായ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖബർ പിറകിൽ മതിലിനപ്പുറത്തേക്ക് കൊണ്ടുപോയത്. പിന്നീട് ആ മതിലൊക്കെ കളഞ്ഞപ്പോ ഒരു കോമ്പൗണ്ടിനുള്ളിലായതാ. അറിയോ? ചരിത്രം നിങ്ങൾ വായിക്കണം.
ചരിത്രത്തിൻ്റെ അകക്കാമ്പുകൾ, അതിൻ്റെ ഡെപ്തായ വശത്തിലേക്ക് നമ്മൾ പോകണം. ഞാൻ പറയുന്നത്, നമ്മൾ വേഷഭൂഷാദികൾ കൊണ്ട് ഇസ്ലാമിനെ അളക്കാൻ പാടില്ല. അതുകൊണ്ട് അപ്പുറത്തുള്ള ഇസ്രായേൽ ജൂത പട്ടാളത്തെ, ക്രൂരന്മാരെ, രാക്ഷസന്മാരെ, വൃത്തികെട്ടവന്മാരെ, മനസ്സാക്ഷിയില്ലാത്തവരെ ഒരുപക്ഷെ തിരിച്ചടിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ സന്തോഷം തോന്നിയേക്കാം. പക്ഷെ ഇവരുടെ വിശ്വാസത്തെ നമുക്ക് അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല. സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. അള്ളാഹു എല്ലാവിധ ഷർറിൽ നിന്നും ഈ മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.